ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു ബോ ചെയ്യാം. ഈ ബോ നമുക്ക് ഹെയർ ക്ലിപ്പിലും അതുപോലെ കീ ചെയിനായിട്ടും ഒരുപാട് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോ ആണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ബോ ചെയ്യാനായിട്ട് 4 പ്ലേ ആണും 2.5 mm സെറ്റും ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 71 ചെയിൻസിച്ചാണ് ചെയ്യുന്നത്. യാണവ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമുക്ക് 71 ചെയിൻസിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ഡി സി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്യാം. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും ഇവിടെ ചെയിൻ 1 ചെയ്യാം. ഇനി താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചെയ്തതാണ്, ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ, ഈ നമ്മൾ ചെയ്ത വർക്കല്ല അതിൻ്റെ തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിൽ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്ത ചെയിൻ അല്ലാതെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു ഹാഫ് ഡി സി യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 1, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോ ബോക്സ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതാണ് ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വന്നത്. ചെയിൻ 1, യാൺ ഓവർ ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1, താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ചെയിൻ 1, താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിൽ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഒരു 3 ലൂപ്പ് കിട്ടും. ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ലാസ്റ്റ് ഒരു 2 ചെയിൻ ഉണ്ട്. അതിൽ നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയിനിൽ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ചെയിൻ 1 2 3 ചെയിൻ ചെയ്യുക. 2 ചെയിൻ നമ്മൾ ഒരു ഹാഫ് ഡി സി ആയിട്ടും 1 ചെയിൻ നമ്മൾ ചെയിൻ 1 ആയിട്ടും കൗണ്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ വർക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്യുക. ഇനി നമ്മളിതാ ഈ ഒരു താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യ ഇല്ലേ, ഈ ഫസ്റ്റ് 3 ചെയിൻ്റെ കൂടെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഈ താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു ഡബിൾ ക്രോഷ്യ അല്ല, ഹാഫ് ഡി സി, ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ 3 ചെയിനും പിന്നെ ഒരു ഹാഫ് ഡി സി ചെയ്തു. ഇനി നമ്മളിതാ ഇവിടെ ഇങ്ങനെ കാണുന്ന ഓരോ ഡി സി, താഴെ കാണുന്ന ഓരോ ഡി സി ഇങ്ങനെ നോക്കുന്ന ഓരോരോ ഡി സി, അതിൻ്റെ ഒക്കെ ടോപ്പിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്.
യാൺ ഓവർ ചെയ്യുക. ഇതാ ഈ തൊട്ടടുത്ത ചെയിന് നോക്കുക, അതിൻ്റെ ഹാഫ് ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. സോറി, ചെയിൻ 1 ചെയ്യണേ, മറന്നുപോയി. ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി. ചെയിൻ 1, താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഒരു ഹാഫ് ഡി സി. അപ്പോൾ അതങ്ങനെയാണ് സെക്കൻഡ് ലെയർ ഉണ്ടാവുക. ഇതിന് നേരെ മുകളിൽ അടുത്ത ഹാഫ് ഡി സി ഉണ്ട്. അടുത്ത സ്ക്വയറിൻ്റെ മുകളിൽ അടുത്ത സ്ക്വയർ വന്നിട്ടുണ്ട്. ചെയിൻ 1, ഈ താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിൻ 1 ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ആ ബോക്സ് കറക്റ്റ് കിട്ടൂല, ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ എല്ലാ സ്റ്റിച്ചസ് കഴിഞ്ഞ് ഹാഫ് ഡി സി കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1, ഈ ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1, ഹാഫ് ഡി സി. ഇങ്ങനെയാണ് സെക്കൻഡ് റൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ എപ്പോഴും എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സംഗതിയാണ്. ചെയിൻ 1 ചെയ്യുക. ഇതാ നമ്മൾ ഇവിടെയാണ് ഈ ഒരു നേരെ ചെയിനിൽ, ഈ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റത്തെ ഹാഫ് ഡി സി ചെയ്യാൻ. ഇപ്പോഴേ അതാ കറക്റ്റ്. ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് ചെയിൻ 1 2 സെക്കൻഡ് ചെയിനിൽ കേട്ടോ. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ നേരെ മുകളിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ നേരെ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ ഈ ഒരു റൗണ്ടും തേർഡ് റൗണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിത് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടും ഡി സി വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആകുമ്പോഴാണ് എപ്പോഴും നല്ല നീറ്റ് ഉണ്ടാവുക, ഒരു വൃത്തി ഉണ്ടാവുക. അത് കുറച്ച് റോ അധികം ചെയ്താലും ഹാഫ് ഡി സി വെച്ചിട്ട് ചെയ്യാലാവും ഏറ്റവും ബെറ്റർ. പക്ഷെ അത് ഡി സി വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ. നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും എല്ലാ ഹാഫ് ഡി സിൻ്റെ മുകളിലും താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ മുകളിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. വീണ്ടും താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 റൗണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ വരെ ചെയ്യാം. ഇവിടെ നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് റൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 സെക്കൻഡ് ചെയിനിലേക്കാണ് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇനി ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഇനി ഈ ഒരു വീതി ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. എല്ലാ ചെയിനിൻ്റെ ഹാഫ് ഡി സിൻ്റെ താഴെ ചെയ്ത ഹാഫ് ഡി സിൻ്റെ മുകളിൽ ചെയിൻ 1 ചെയ്ത് ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഇത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ചെറിയൊരു ബോ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമ്മളിനി റോ ചെയ്യുന്നില്ല. നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന യാണ് നമുക്കൊന്ന് ഫ്രണ്ടിലേക്കും
ബാക്കിലേക്കൊക്കെ എടുത്തിട്ട് ഒന്ന് നോട്ട് ഇട്ടിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൈലിൻ്റെ എടുത്ത യാണും ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള യാണുമാണ് കേട്ടോ. അത് രണ്ടും ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് നോക്കിയിട്ട് രണ്ടും ഒന്നിച്ച് പിടിച്ച് കെട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിതുള്ളത്. അപ്പം ഇനി ഇത് നമുക്കിങ്ങനെ, ഇത് ബാക്ക് സൈഡാണ്, ഇതിങ്ങനെ ഒന്നിങ്ങനെ ക്രോസിലും ഇതിങ്ങനെ ക്രോസിലും വെച്ച് കൊടുക്കാം. ഇതാ, മനസ്സിലായോ? ഇങ്ങനെ ബാക്ക് സൈഡ് ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും എങ്ങനെ മനസ്സിലാവുമെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ അത് ഫ്രണ്ട്, സെക്കൻഡ് ബാക്ക് വരും, തേർഡ് വരുമ്പോൾ ഫ്രണ്ട് വരും, ഫോർത്ത് വരുമ്പോൾ ബാക്ക് വരും, അങ്ങനെ കേട്ടോ. ഇത് ഫ്രണ്ടാണ്, ഇപ്പോൾ ഇതാണ് ബാക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതിനുശേഷം ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ആക്കുക. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് യാണ് എടുക്കുക, നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. വലിയ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ചെയിൻ സ്റ്റിച്ച് കുറച്ച് അധികം എടുത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചുറ്റി കൊടുത്തതിന് ശേഷം ഇത് ബാക്ക് സൈഡിലേക്ക് തന്നെ ആക്കി വെക്കാം. എന്നിട്ട് ഈ രണ്ട് യാണും തമ്മിലൊന്ന് നല്ലോണം ടൈ ചെയ്ത് കൊടുക്കാം. 2-3 പ്രാവശ്യം കെട്ടി കൊടുക്കാം. യാണ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബാഗിൽ തൂക്കിയിടാം. ഒരുപാട് കീ ചെയിൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.